ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഡിവോഴ്സ് തരാതിരിക്കുക എന്നതാ അവളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം. ഡിവോഴ്സ് കിട്ടിയാലും ഇല്ലെങ്കിലും സന്ദേശ ഭാര്യയാക്കാൻ നന്ദേട്ടൻ തീരുമാനിച്ചു കഴിഞ്ഞു. അച്ഛാ, ഇനി അതില് ഒരു മാറ്റം ഉണ്ടാവില്ല. ഇതേ അവരുടെ തകർച്ചയുടെ ആരംഭമാ. അതെ, സമയം ഒരുപാട് ലേറ്റ് ആയി പോയാലോ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് വരട്ടെ. ശരി, പോയിട്ട് വരാം. ശരി ശരി. അത് കലക്കി. അപ്പോ നിങ്ങൾ അവളെ ശരിക്കും പഞ്ഞി കിട്ടും അല്ലേ? അവളുടെ കൈക്കോ കാലിനോ വല്ല ഒടിവോ ചതവോ എന്തെങ്കിലും ഉണ്ടോ? ആ സമയത്ത് അതൊന്നും നോക്കാൻ പറ്റിയില്ലെങ്കില് ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ പോലീസ് ഞങ്ങൾ അന്വേഷിച്ചു വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. എന്നാലെന്താ, വേണമെങ്കിൽ ഞങ്ങൾ ജയിലിൽ പോയി കിടക്കും. അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും ഇനി തീരുമാനിച്ചിട്ടില്ല. ഒരു കാരണം തടിച്ച മറു കാരണവും കാണിച്ചു കൊടുക്കുന്ന പരിപാടി അതിനി വേണ്ട. ഇതിന്റെ പേരിൽ നിങ്ങളെ ഒരു പോലീസും കൊണ്ടുപോയില്ല. എന്ത് കേസ് വന്നാലും അത് അച്ഛൻ നോക്കിക്കോളാം. ശത്രുക്കളെ സ്നേഹിക്കാന്നുള്ള അങ്കിളിന്റെയും അർച്ചനേട്ടത്തിന്റെ ലൈൻ ഇനി നടക്കത്തില്ല. നമ്മുടെ ശത്രുക്കളെ നമ്മളും ശത്രുക്കളായി തന്നെ കാണണം. അവന്തിയെ നിന്റെ ചേച്ചിയാണ്. ഇവരുടെ കൂടെ കൂടി അവളെ ഉപദ്രവിച്ചതിന് അവന്തിയെ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? എന്നെ തല്ലിയ ഞാനും തല്ലും. അവരെന്റെ ചേച്ചിയാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. നീയാണ് അനക്കെ ഇപ്പൊ ഈ വീടിന്റെ ശക്തി. നീയേ ഞങ്ങളുടെ മുത്തല്ലേ. നിന്റെ ദേഹത്ത് തൊട്ടാൽ നമ്മൾ അവരെ തട്ടും. ഈ സന്തോഷ നിമിഷത്തിൽ എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? നന്ദേട്ടന്റെ മുഹൂർത്തവും സമയവും നോക്കാതെ നന്ദേട്ടൻ സന്ധ്യച്ചയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി അത് വച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല. എത്രയും വേഗം സന്ധ്യച്ചയും നന്ദേട്ടനും തമ്മിലുള്ള വിവാഹം നടത്തണം. ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി അവർക്ക് സ്വപ്നങ്ങളിൽ മാത്രമേ കിട്ടൂ. ഞങ്ങളിത് നേരത്തെ പ്ലാൻ ചെയ്തതാ. എന്താ അച്ഛന്റെ അഭിപ്രായം? ഏയ്, അത് വേണ്ട. അങ്ങനെ മുഹൂർത്തവും സമയവും നോക്കാതെ നന്ദന്റെ ജീവിതത്തിലേക്ക് ഇനി ഒരു പെണ്ണ് വരണ്ട. നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് തന്നെ വേണം സന്ധ്യയുടെ കഴുത്തിൽ നന്ദൻ താലി കെട്ടാൻ. പക്ഷേ നിയമപരമായ ചില പ്രശ്നങ്ങൾ അതിനും ഉണ്ടല്ലോ. അവന്തികയുമായുള്ള ഡിവോഴ്സ് കഴിയാതെ എങ്ങനെയാ സന്ധ്യ വിവാഹം കഴിക്കുക? ഡിവോഴ്സിന് കാത്തിരുന്നാലേ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് അച്ഛന് തന്നെ അറിയാലോ. അർച്ചനേട്ടത്തെയും കുഞ്ഞും നെല്ലിശ്ശേരിയിലെത്തിയ ഉടനെ തന്നെ കല്യാണം നടത്തണം. അവന്തികേട്ടത്തെ എന്തായാലും പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത് ഉറപ്പാ. അവരെത്ര പ്രശ്നം ഉണ്ടാക്കിയാലും അതൊന്നും ഏൽക്കാനേ പോകുന്നില്ല. ലിവിംഗ് ടുഗദറായി എത്ര പേര് ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. അവരൊക്കെ സന്തോഷത്തോടുകൂടി തന്നെ ജീവിക്കുന്നേ. അത് ശരിയാ. കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം സന്തോഷം കിട്ടണമെന്നില്ലല്ലോ. നന്ദേട്ടന്റെ ജീവിതം കൊണ്ട് തന്നെ അത് തെളിയിച്ചതല്ലേ. ഇതിനിപ്പോ വലിയ ആഘോഷത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ കുടുംബത്തിലുള്ളവരും വൃന്ദാവനത്തിലുള്ളവരും മാത്രം മതി. പിന്നെ സന്ദേശിയുടെ ചില ബന്ധുക്കളും. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച് പരസ്പരം മാലയിട്ട് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാം. അത്രേ ഉള്ളൂ. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഡിവോഴ്സ് നേടാനുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മൾ തുടരണം. ഇല്ലെങ്കിൽ അവന്തിക നന്ദന്റെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. സമാധാനത്തോടെ ജീവിക്കാൻ അവള് നന്ദനെ സമ്മതിക്കില്ല. മ്യൂച്വൽ ഡിവോഴ്സ് നടക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാ. അപ്പൊ പിന്നെ
കുടുംബ കോടതി വഴി മാത്രമേ ഒരു ഡിവോഴ്സ് സാധ്യമാവൂ. അതിന് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തെന്ന് വരും. അതുകൊണ്ടാ നന്ദേട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞങ്ങൾക്ക് ആർക്കും ഇതിലൊരു എതിർപ്പുമില്ല. അർച്ചനയും കുഞ്ഞും വന്നാൽ ഉടൻ കല്യാണം, അങ്ങനെ തീരുമാനിക്കാം. എന്താ? ആ, സച്ചി അർച്ചനയൊക്കെ കാര്യം അറിഞ്ഞോ? ഇല്ല, അവരോട് സംസാരിക്കണം. ഇന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോ അവർക്കുള്ള ഫുഡും കൂടി കൊണ്ടുപോണേ. ഞാൻ ഇപ്പൊ തന്നെ അത് റെഡിയാക്കട്ടെ. ഓ, എനക്കെ വാ. ഓ ഇന്ന് ഈ കുട്ടികൾ അവിടെ ചെന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമ്മളെ പരമാവധി ഉപദ്രവിക്കാൻ മാത്രമേ അവൾ ഇനി നോക്കൂ. ഡിവോഴ്സ് തരാതിരിക്കുക എന്നതാ അവളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം. ഡിവോഴ്സ് കിട്ടിയാലും ഇല്ലെങ്കിലും സന്ദേശ ഭാര്യയൊക്കെ നന്ദേട്ടൻ തീരുമാനിച്ചു കഴിഞ്ഞു. അച്ഛാ, ഇനി അതില് ഒരു മാറ്റം ഉണ്ടാവില്ല. ഡോക്ടറെ, നല്ല പെയിനുണ്ട്. എന്തോ കുത്തുവലിക്കുന്ന പോലെ. വയറിനകത്താണോ പെയിൻ അതോ സ്റ്റിച്ചിലാണോ? അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ല. നല്ല വേദനയോ. കുറച്ചു നേരം ഇത് തുടങ്ങിയിട്ട്. ആ സമയം തൊട്ടേ ഇതുപോലെ നിലവിളിയാ. ആകെ പേടിച്ചുപോയി. കട്ടിലിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേക്കോ ഇറങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? അത് പിന്നെ താഴെ വീണ ഫോൺ എടുക്കാൻ വേണ്ടി ഞാനൊന്ന് നോക്കിയായിരുന്നു. എന്നിട്ട് കട്ടിലിൽ നിന്ന് താഴെ വീണോ? ഇല്ല, അപ്പോഴേക്കും നഴ്സ് വന്നു. വെറുതെ അല്ല ഈ പെയിൻ. ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്യണ്ടേ? സ്റ്റിച്ച് നല്ലപോലെ സ്ട്രെച്ച് ആയിട്ടുണ്ട്, അതുകൊണ്ടാ ഇപ്പൊ ഈ പെയിൻ. അല്ലാതെ വേറൊന്നും ആവാൻ ഒരു വഴിയുമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. പെട്ടെന്ന് പേഷ്യന്റിനെ സ്കാനിംഗ് റൂമിലേക്ക് കൊണ്ടുവരണം. ശരി ഡോക്ടർ. ആ, പേടിക്കാനൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. ഈ സ്റ്റിച്ച് സ്ട്രെച്ച് ആയതുകൊണ്ട് തന്നെയാവും ഈ പെയിൻ, അല്ലാതെ മറ്റൊന്നും ആവാൻ സാധ്യതയില്ല. തൽക്കാലം ഞാനൊരു ഇഞ്ചക്ഷൻ തരാം, പെയിൻ കുറയും. ഓക്കെ? പേടിക്കണ്ട.